സ്റ്റഡി സ്റ്റേറ്റ് കാർഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എറോബിക്കിൽ വീട്ടിവട്ട താഴെ നിങ്ങളൊരു കുറച്ച് ഡ്യൂറേഷൻ 30 to 60 മിനിറ്റൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നതിനെയാണ് സ്റ്റഡി സ്റ്റേറ്റ് കാർഡിയോ എന്ന് പറയുന്നത്. സ്റ്റഡി സ്റ്റേറ്റ് ആണോ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് ആണോ ഫാറ്റ് ബേണിങ്ങിന് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയാറുണ്ട്. അതിൻ്റെ ഒരു കാരണം മിസ്കൺസെപ്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസിലാണ് ഫാറ്റ് ഓക്സിഡേറ്റീവ് എനർജി സിസ്റ്റം യൂസ് ചെയ്തിട്ട് ഫാറ്റ് നന്നായിട്ട് ബേൺ ആവുന്നത്. പക്ഷേ വെയിറ്റ് ലോസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കേണ്ടത് ഓവറോൾ കലോറി ബേൺഡാണ്. ഇപ്പോൾ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ്ങിൽ ഒരാൾ 30 മിനിറ്റ്സ് ട്രെയിനിങ് എടുത്താലും സ്റ്റഡി സ്റ്റേറ്റിൽ ഒരാൾ ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാലും അവർ രണ്ടാളും ബേൺ ചെയ്യുന്ന കലോറിയിൽ വളരെയധികം ഡിഫറൻസ് ഉണ്ട്. അത് ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ്ങിലാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ് ആണ് വെയിറ്റ് ലോസിന് നല്ലത്. പക്ഷേ ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ് നമ്മൾ നോർമലി ഒബിയസ് ആയിട്ടുള്ള ഏജ്ഡ് ആയിട്ടുള്ള ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ശരിക്കും കണ്ടീഷൻഡ് ആകാത്ത ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ബേസ് ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് ക്ലയൻസിന് എയറോബിക്സിൽ കൊടുത്തിട്ട് അവരെ ഒരു 20 to 30 മിനിറ്റ്സ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിലേക്ക് എത്തിയിട്ട് പിന്നെ നിങ്ങളുടെ അവിടെ VT1 കണ്ടെത്തിയിട്ട് മുകളിലേക്ക് കൊണ്ടുപോയി ഹൈ ഇൻറ്റൻസിറ്റി കുറച്ച് നേരം ചെയ്ത് താഴേക്ക് വന്ന് ആക്റ്റീവ് റിക്കവറി കൊടുക്കുന്നതാണ് ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. അതാണ് ഫാറ്റ് ബേണിങ്ങിനും ഫിസിയോളജിക്കൽ അഡോപ്ഷൻസിനും നല്ലത്. പക്ഷേ ഒരൊറ്റ കാര്യം ക്ലയൻസ് അതിന് കണ്ടീഷൻഡ് ആയിരിക്കണമെന്ന് മാത്രം. ഫിറ്റ്നസ് സർട്ടിഫിക്കേഷനായി DM ചെയ്യുക.